നമ്മൾ ഇതേപോലെ ഒരു പപ്പായ ഇല കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു സൂത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ഇല മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരൊറ്റ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുപ്പത്ത് തീ കത്തിച്ച് നമുക്ക് കുറച്ച് വെള്ളം വയ്ക്കാനത്. ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പിഴിഞ്ഞിട്ട് കളയുന്ന നാരങ്ങാത്തോടുണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പപ്പായ ഇല അത് കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ചിട്ട് അതിൻ്റെ ആ ഒരു എസൻസ്, ഇലയുടെ എസൻസും നാരങ്ങയുടെ ആ ഒരു സത്തും എല്ലാം ആ വെള്ളത്തിനകത്തോട്ട് ഒന്ന് ഇറങ്ങി കിട്ടട്ടെ. ഈ ഒരു ഒറ്റ ഇല മാത്രം മതി കേട്ടോ. ഒരുപാട് പാത്രങ്ങളാണേലും അതേപോലെ കിച്ചൺ ടൈലാണേലും ബാത്റൂം ടൈലാണേലും വാഷ് ബേസിനാണേലും സിങ്കാണേലും എല്ലാം തേച്ച് കഴുകാനായിട്ട് പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ തിളച്ച് അതിൻ്റെ ആ ഒരു സത്ത് എല്ലാം ഇറങ്ങി കിട്ടണം. അതിന് ശേഷം നമ്മളിത് അരിച്ച് ഈ ഇല മാറ്റിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ എന്താണ്ട് എല്ലാം തിളച്ച് വരുന്നുണ്ടേ. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ ഒരു പത വേണമെങ്കിൽ ഡിഷ് വാഷ് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രം കഴിയുമ്പോഴത്തേനും ചിലവർക്ക് ചെറിയതായിട്ട് പത വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സോപ്പിൻ്റെ പതയൊക്കെ വേണമെങ്കിൽ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ ഞാൻ തേക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് വേണ്ടത് പരലുപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ പരലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പരലുപ്പ് നല്ലതാണ്, അണുവിമുക്തമാക്കും. അപ്പോൾ എന്താണ്ട് എല്ലാം തിളച്ച് വരുന്നുണ്ടേ. ഇപ്പോൾ തിളച്ച് ഡിഷ് വാഷൊക്കെ വെച്ച് തേച്ച് പാത്രങ്ങളൊക്കെ തേക്കുമ്പോൾ കൈയൊക്കെ തൊലി ഉലിഞ്ഞ് പോകാറുണ്ട്, കുരുപ്പ് വരാറുണ്ട് കയ്യിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ല ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഈ ഇല അരിച്ച് കളയാം, അരിച്ച് മാറ്റാം, കളയണ്ട കേട്ടോ. ഇതിന് ഉപയോഗമുണ്ട്. ഈ ഒരു വെള്ളം തണുത്തതിന് ശേഷം നമ്മളിതിനകത്ത് പാത്രങ്ങളാണേലും എല്ലാം, ഞാനിപ്പം പഴയ 2 ഗ്ലാസ്സാണ് അതിട്ട് കാണിച്ചു തരാവേ. അതിൻ്റെ ആ ഒരു കളർ വ്യത്യാസം വരെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പം വീഡിയോ ഒരുപാട് ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് കാണിക്കുകയാണ്. അതുകൊണ്ട് നല്ല കറയുള്ള നല്ല രീതിയിൽ കറ പിടിച്ച ഗ്ലാസ്സാണ്, പഴയ ഗ്ലാസ്സാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ എടുക്കുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു വെട്ടം തിളക്കം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കണ്ടോ, എന്താ തേച്ചില്ല, ഒന്നും ചെയ്തില്ല, അതിനകത്ത് ഇട്ട് വെച്ചതേ ഉള്ളൂ. ആ ഗ്ലാസിൻ്റെ വെട്ടം കണ്ട, തേക്കാതെ തന്നെ. അപ്പോൾ പഴയ ഗ്ലാസ്സും നമ്മളതിനകത്ത് മുക്കിയ ഗ്ലാസ്സും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബൗള്, ഗ്ലാസിൻ്റെ പ്ലേറ്റുകൾ, അതേപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങൾ എല്ലാം ഇത് വെച്ച് തേച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഇല വെച്ചാണ് ഞാൻ തേക്കുന്നത്. ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് ഇല വെച്ചാണ് തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, ഡിഷ് വാഷും കാര്യങ്ങളൊന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ അതാണ്ട് ആ ഒരു കണ്ടോ, കഴുകിയപ്പോൾ കണ്ടോ, ഇല വെച്ചിട്ട് തേച്ചിട്ട് ഗ്ലാസ് വ്യത്യാസം പപ്പായ ഇല ഉണ്ടെങ്കിൽ നമ്മളത് ഇതുപോലെ പ്രയോജനപ്പെടുത്തുക. കണ്ടോ, നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്ന നമുക്ക് ചകിരിയും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട. ഈ ഒരു ഇല വെച്ചിട്ട് തേച്ചാൽ മതി. അപ്പം ചായ കൊണ്ടുവന്ന ഫ്ലാസ്കിനകത്തൊക്കെ ഈ ഒരു ഇല, ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് ഇലയിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്യുക. നാരങ്ങാത്തുണ്ടെങ്കിൽ അതും കൂടി ഇടുക. നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്തിട്ട് കഴിയുന്നൊക്കെ നല്ല രീതിയിൽ ആ ഫ്ലാസ്ക് ആണെങ്കിലും കുപ്പികൾ, വെള്ളം കൊണ്ടുവന്ന കുപ്പികളാണെങ്കിലും നല്ല രീതിയിൽ വെളുത്തിട്ടു കേട്ടോ. പ്രാണികൾ, പാറ്റകൾ ഒന്നും തന്നെ ഇല്ലാതാവും കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൻ്റെ വെട്ടം കണ്ടോ, നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടോ നമ്മൾ ആ വെള്ളം തിളപ്പിച്ചതിൻ്റെ.